ഇനി മുസ്ലിം ലീഗ് കോൺഗ്രസ് ചർച്ച പൂർത്തിയായിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ കുറയില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നു. മികച്ച രീതിയിലാണ് ചർച്ച പൂർത്തിയായതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മേജറായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. നാളെ ഞങ്ങൾ തങ്ങളുമൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രസിഡൻറ്റുമൊക്കെ ആയിട്ടും അതുപോലെ ബാക്കി പാർട്ടി നേതാക്കളായിട്ട് ഒക്കെ വന്ന പ്രപ്പോസൽസൊക്കെ വെച്ച് തീരുമാനിച്ച് നിങ്ങളോട് പറയും. ഏതായാലും വളരെ കോഡിലാണ്. മേജർ പ്രോബ്ലം ഒന്നും ഇല്ല. സീറ്റ് കുറയില്ല. സൈഫിനിസ് അലിയാറുണ്ട്. സൈഫിനിസ്, അപ്പൊ സീറ്റ് കുറയില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നാളെ ലീഗിന്റെ യോഗം ചേരുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റന്നാളത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ? സേതു, നിലവിൽ ഇന്ന് നടന്ന UDF-ന്റെ, അതായത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ നടന്ന ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തിരുവമ്പാടി പട്ടാമ്പി സീറ്റുകളെ ചൊല്ലിയുള്ളതായിരുന്നു. തിരുവമ്പാടി സീറ്റ് ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകിയാൽ പകരം പട്ടാമ്പി സീറ്റ് വേണമെന്നുള്ളതായിരുന്നു. അതിലാണ് തർക്കം നിന്നിരുന്നത്. ആ തർക്കത്തിൽ ആ വിഷയം ചർച്ച ചെയ്യാനാണെന്ന് ഇവിടെ എറണാകുളത്ത് ആലുവ പാലസിൽ ചർച്ച നടത്തുകയും ചെയ്തത്. പക്ഷേ ചർച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ അതിനോട് കൃത്യമായി പ്രതികരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിന്റെ ആണെങ്കിൽ പോലും P.K. കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്ന് അതിൽ എന്താണ് ധാരണ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നാളെ ലീഗിന്റെ നേതൃയോഗം ചേരുന്നുണ്ട്. ആ നേതൃയോഗത്തിൽ പ്രവർത്തകരോടുകൂടി വിഷയങ്ങൾ സംസാരിച്ച ശേഷം ഒരുമിച്ച് തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. VD സതീശനും ഇത് തന്നെയാണ് പറഞ്ഞത്, ഒരുമിച്ച് പറയാമെന്നുള്ളതാണ്. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായതുമില്ല. അതായത് കൃത്യം സീറ്റ് വെച്ചു മാറുക എന്നുള്ളതായിരുന്നു ലീഗ് മുന്നോട്ട് വെച്ച ഒരു ധാരണ. പക്ഷേ കോൺഗ്രസ് പറഞ്ഞിരുന്നത് തിരുവമ്പാടി സീറ്റ് ഏറ്റെടുക്കുകയും പട്ടാമ്പി സീറ്റ് വിട്ടു നൽകില്ല എന്നുള്ളതുമായിരുന്നു. പക്ഷേ ഇത് പട്ടാമ്പി സീറ്റ് വിട്ടു നൽകിയോ അതാണോ കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കാത്തത് എന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. എന്തായാലും അത് വരും മണിക്കൂറുകളിലെ അറിയാൻ സാധിക്കുള്ളൂ. ഒരുമിച്ച് പ്രഖ്യാപനം നടത്താമെന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. കാരണം പട്ടാമ്പി സീറ്റ് കോൺഗ്രസിന് വലിയ ഒരു പ്രതീക്ഷയുള്ള സീറ്റാണ്. അത് ലീഗിന് വിട്ടു നൽകുക എന്നുള്ളത് വലിയ രീതിയിൽ അവിടുത്തെ പ്രാദേശിക പ്രവർത്തകർക്കടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുള്ളൊരു കാര്യം കൂടിയാണ്. ഒപ്പം തന്നെ തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകുന്നതിൽ ലീഗിനും പ്രശ്നമുണ്ട്. പക്ഷേ പകരം പട്ടാമ്പി സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അതിൽ പ്രശ്നമില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു. ചർച്ചകൾ ഒരുമിച്ചിരുന്ന് ചർച്ചകൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് VD സതീശൻ പറയുന്നത്. പക്ഷേ അതിൽ എന്താണ് വന്നിരിക്കുന്ന ധാരണ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും നേതാക്കൾ അടുത്ത മണിക്കൂറുകളിൽ അതിനെപ്പറ്റി കൃത്യമായ ഒരു നിലപാട് പറയുമെന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും P.K. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഇവിടെ നിന്ന് കോഴിക്കോടിനാണ് പോകുന്നത്. വൈകിട്ട് 4 മണിക്ക് കോഴിക്കോടും മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സേതു.